നമസ്കാരം. കേരളം പിടിക്കാനൊരുങ്ങി BJP. അതായത് പിടിക്കാനൊരുങ്ങി എന്ന് പറയുമ്പോൾ 11 സീറ്റുകളാണ് കേരളത്തിൽ അവർ ലക്ഷ്യമിടുന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ട് അവർക്ക് കരുത്ത് പകരാൻ വേണ്ടി ഇന്ത്യ ടിവിയുടെയും CNXന്റെയും സർവേകൾ അവർക്കൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം കാണുന്നു. ഇന്ത്യ ടിവിയുടെയും CNXന്റെയും സർവേകൾ കേന്ദ്രത്തിൽ BJP അല്ലെങ്കിൽ NDA അധികാരത്തിലേറില്ല എന്ന് സൂചന കാണിക്കുന്നുണ്ടെങ്കിലും മറിച്ച് കേരളത്തിലേക്ക് സർവേ വരുമ്പോൾ ശബരിമല വിഷയത്തിൽ BJPക്ക് കേരളത്തിൽ സ്വാധീനമുണ്ടാക്കാൻ സാധിച്ചു എന്നുള്ള കണക്കുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ കണക്കുകൾ പ്രകാരം BJP മുന്നിലോട്ട് വെക്കുന്നത് 11 സീറ്റുകളാണ് കേരളത്തിൽ. എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരവും കാസർഗോഡും തന്നെയാണ് അവർ നോട്ടമിട്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരൻ, ശശി തരൂരിന് തൊട്ടു പിന്നിലെത്താൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് കണക്ക് കൂട്ടലുകൾക്ക് ഊർജം പകരുന്നത്. മറിച്ച് കാസർഗോഡിനെ നോട്ടമിട്ടിരിക്കുന്നതിന്റെ പിന്നിലെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് കാസർഗോഡ് മണ്ഡലങ്ങളിലും മഞ്ചേശ്വരം മണ്ഡലങ്ങളിലും നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഊർജം അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിലുള്ള ഒരു നേട്ടം കാഴ്ചവെക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ കണക്ക് കൂട്ടുകയും ശബരിമല വിഷയത്തിൽ തങ്ങളോട് എതിർത്ത് നിന്നവർ പോലും തങ്ങളോടൊപ്പം കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് BJPക്കകത്ത് കണക്ക് കൂട്ടി കരുക്കൽ നീക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാകുന്നത് കാസർഗോഡും തിരുവനന്തപുരവുമാണ് BJP ലക്ഷ്യമിട്ടിട്ടുള്ളത്. അമിത്ഷാ 11 സീറ്റുകൾ പറയുന്നുണ്ടെങ്കിലും BJP മുൻതൂക്കം നൽകുന്നത് തൃശ്ശൂരും പാലക്കാടും തിരുവനന്തപുരവും കാസർഗോഡുമാണ്. ഈ 4 ജില്ലകളിൽ കരുത്തമാർന്ന പ്രകടനം കാഴ്ചവെച്ച് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ള കണക്കുകൾ കേരള ഘടകത്തിനകത്ത് തന്നെ ചർച്ചയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ K. സുരേന്ദ്രനെ നിർത്തി നേട്ടമുണ്ടാക്കാനുള്ള ഒരു സാധ്യതയും മുൻകൂട്ടി കാണുന്നുണ്ട് എന്നുള്ളത് നേരത്തെ വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ്. കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീകാന്തിനെ മുന്നിൽ നിർത്തുന്നു എന്നുണ്ടെങ്കിലും ശ്രീകാന്തിന്റെ ജനകീയത ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വിഷയം തന്നെയായി അവിടെ നിൽക്കുന്നുണ്ട്. നേട്ടമുണ്ടാക്കാൻ സാധ്യമുള്ളതായി കണക്ക് കൂട്ടുന്നത് കാസർഗോഡും തിരുവനന്തപുരവുമാണെങ്കിലും തിരുവനന്തപുരത്ത് ചില ആക്രമങ്ങളൊക്കെ BJPക്ക് തിരിച്ചടി നൽകാൻ സാധ്യമായിട്ടുണ്ട് എന്നുള്ളതും വ്യക്തമാണ്. അതായത് RSSന്റെ ജില്ലാ പ്രചാരകർ ബോംബെറിയുന്ന ദൃശ്യങ്ങൾ പോലും വ്യാപകമായി CCTV ദൃശ്യങ്ങളിലൂടെ കടന്നുപോയപ്പോൾ കലാപമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ള ഒരു ആരോപണങ്ങളല്ല വസ്തുതാപരമായിട്ടുള്ള വ്യക്തതകൾ പൊതുജനങ്ങൾക്കിടയിലേക്ക് കടന്നുപോയത് കൊണ്ട് തന്നെ എത്രത്തോളം സ്വാധീനം തിരുവനന്തപുരത്ത് ചെലുത്താൻ സാധിക്കുമെന്നുള്ളതും ഒരു ചോദ്യചിഹ്നമാണ്. അടുത്ത കാസർഗോഡ് എടുത്തു നോക്കിയാൽ തന്നെ വ്യക്തമാകുന്നത് 2 മണ്ഡലങ്ങളിൽ ചിലപ്പോൾ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെങ്കിലും മറ്റുള്ള മണ്ഡലങ്ങളിൽ തിരിഞ്ഞുകൊത്തുമെന്നുള്ള ഒരു സൂചനകൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ ടിവിയുടെ ഈ കണക്കുകൂട്ടലുകളെ തെറ്റിക്കുമെന്നുള്ള ഒരു കണക്കുകൂട്ടലുകളും കേരള മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നതോടുകൂടി കാസർഗോഡും തിരുവനന്തപുരവും ലക്ഷ്യമിട്ടിറങ്ങുമ്പോൾ കേരളത്തിലെ 11 സീറ്റുകളെ പ്രൊജക്റ്റ് ചെയ്ത് കേരള സംസ്ഥാന ഘടകത്തിന് നൽകിയ അമിത്ഷാക്ക് തെറ്റ് പറ്റുമോ എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഒരു ചോദ്യം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.